നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചിയോന്റെ പ്രൊഫസറായിരുന്നു ട്രയലൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ ചിയോനെ വിളിച്ചിട്ട് അമ്മമ്മ ചികിത്സയ്ക്ക് സമ്മതിക്കുന്നില്ല എന്ന് അറിയിക്കും. അത് ഹാരി അടുത്ത് പറയണം വേണ്ടത് കുറേ നേരം ആലോചിച്ചതിന് ശേഷമാണ് അവൻ വന്ന് പറയുന്നത്. ഡോജിയുടെ കൂടെ അമ്മമ്മ ഹോസ്പിറ്റലിൽ പോയ കാര്യം അവൾക്കറിയാം. പക്ഷെ പകുതിക്ക് വെച്ച് വേണ്ടാന്ന് വെച്ചത് അവളോട് ഡോജി പറഞ്ഞിട്ടില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി. അമ്മമ്മ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ആ ട്രയലിന് ശേഷം ഒരുപാട് വർഷം ജീവിച്ചിരുന്ന ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് അമ്മമ്മ വീണ്ടും ട്രയലിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഹാരി വന്ന് ഗ്രാൻഡ് മദറിനെ നിർബന്ധിക്കും. എനിക്ക് പറയാനുള്ളതും കൂടി നീ കേൾക്കണമെന്ന് അമ്മമ്മ പറയുന്നുണ്ടെങ്കിലും ഹാരി ഒന്നും പറയാനായിട്ട് സമ്മതിക്കുന്നില്ല. അമ്മമ്മയുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്ത് വന്നാലും ഈ ചികിത്സയ്ക്ക് സമ്മതിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹാരി അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകും. എന്തുകൊണ്ടായിരിക്കും ഡോജി അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് ചിയോന്റെ അടുത്ത് അവൾ ചോദിക്കുമ്പോൾ അവനൊരു ഡോക്ടർ ആയതുകൊണ്ടാണെന്നാണ് ചിയോൻ പറയുന്നത്. ഒരു ഡോക്ടറായിട്ടല്ല, ഒരു ബോയ് ഫ്രണ്ട് ആയിട്ട് എന്റെ അമ്മൂമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ഹാരി ചോദിക്കുമ്പോൾ ഡോജി മിണ്ടാതെ നിൽക്കും. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അവളുടെ ദേഷ്യത്തിൽ അവിടുന്ന് പോകും. ഇയാളെ ഹാരി കാരണമാണോ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്? ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാള് ഹാരിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് അമ്മൂമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചേനെ. ഞാനായിരുന്നെങ്കിൽ അതേ ചെയ്യത്തുള്ളായിരുന്നു, അവളെ വിഷമിപ്പിക്കത്തില്ലായിരുന്നു എന്ന് ചിയോൺ ഡോജി എടുത്ത് പറയും. മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് അവരുടെ ഹെൽത്ത് സെന്ററിനെ ടെലിമെഡിസിന്റെ പൈലറ്റ് സൈറ്റായിട്ട് ഗവർണർ സെലക്ട് ചെയ്യും. അവർക്ക് അതിനു വേണ്ടുന്ന സൗകര്യമൊന്നും അവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ടും അയാൾ മനഃപൂർവ്വം ചെയ്തതാണ്. അത് അവർക്ക് പ്രശ്നമായിട്ട് വരും. അതെല്ലാവർക്കും അറിയാമെങ്കിലും ഓർഡർ കിട്ടിയതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. അടുത്തുള്ള 4 ഐലൻഡ്സിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സർവേ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് അവർക്ക് നിർദ്ദേശം കിട്ടിയേക്കുന്നത്. അവരെല്ലാവരും ഓരോരോ ഐലൻഡ് തിരഞ്ഞെടുക്കും. എന്നിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് ഹാരി അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡോജി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇയാളുടെ പ്രൊഫഷനിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, എന്നെ വെറുതെ വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകും. അവരവിടുന്ന് സംസാരിക്കുന്നത് ഐലൻഡിലെ കുറച്ച് ആളുകൾ കേൾക്കും. അവർ തമ്മിൽ ഡേറ്റ് ചെയ്യായിരുന്നു എന്ന് അവർക്കൊക്കെ മനസ്സിലാവും. ഡോക്ടർ യങ് ആരും കാണാതെ ജംഗ്ഷന് വേണ്ടിയിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊണ്ട് വരും. അന്നേരം ട്രീറ്റ്മെന്റിന് വന്ന ഒരു പേഷ്യന്റ് അകത്തിരുന്ന് ആരെയോ ഫോൺ ചെയ്യുന്ന അവർ കേൾക്കും. ഹാരിയും ഡോജിയും കൂടി വഴക്ക് കൂടിയിട്ടാണ് ഐലൻഡിൽ നിന്ന് പോയതെന്നൊക്കെ അവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെയാണ് അവർ രണ്ടും കൂടി ഡേറ്റ് ചെയ്യായിരുന്നു എന്ന് ഇവരൊക്കെ തിരിച്ചറിയുന്നത്. ഐലൻഡിൽ ഇനി അറിയാൻ കുറച്ച് പേര് മാത്രമേ ബാക്കിയുള്ളൂ. ഓരോരുത്തരും ഡോജിയെ കാണുന്നുണ്ടെ ഇയാളെ ചെയ്തത് തെറ്റായി പോയി, എങ്ങനെയെങ്കിലും ഗ്രാൻഡ് മദറിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നായിരുന്നു എന്ന് അവരോട് പറയും. അവസാനം അവനൊരു ഗിൽറ്റി ഫീലിംഗ് ആയി പോകും. അവൻ ഹാരിയുടെ വീട് വരെ ചെന്നിട്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോൾ അകത്തുനിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് ഓടി അകത്തേക്ക് ചെല്ലും. ഗ്രാൻഡ് മദറിന്റെ കയ്യിൽ നിന്ന് പാത്രമൊക്കെ താഴെ പോയതാണ്. റിസ്റ്റിനൊക്കെ പെയിൻ ഉള്ളത് കൊണ്ട് ഒന്നും നേരെ പിടിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. നോക്കുമ്പോൾ ഗ്രാൻഡ് മദർ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ഹാരിയുടെ ബർത്ത്ഡേ ആണ്. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകുമ്പോൾ ഡോജിയും അവിടെ ഇരുന്ന് അമ്മമ്മ ഹെൽപ്പ് ചെയ്യും. എല്ലാം കൃത്യമായിട്ട് അമ്മമ്മ അവന് പറഞ്ഞു കൊടുക്കും. എനിക്കിപ്പോൾ കുറച്ച് സമാധാനം ഉണ്ട്, കാരണം ഞാൻ പോയി കഴിഞ്ഞാലും നീ അവളുടെ കൂടെ എന്നും കാണുമെന്ന് എനിക്കറിയാം. ഇവിടുത്തെ അസൈൻമെന്റ് കഴിഞ്ഞതിന് ശേഷവും അവൾ ഇവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെ ഹാരിയുടെ കൂടെ കൂട്ടായിട്ട് ഇവിടെ കാണുമോ എന്ന് അമ്മമ്മ ചോദിക്കുമ്പോൾ കാണുമെന്ന് അവൻ അമ്മമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കും. ജെൻസോണിനെ കൊണ്ടുവിടാനായിട്ട് അവിടെ വീട്ടിലേക്ക് ചെല്ലുന്ന ഡോക്ടർ യങ് ആ നൈറ്റും അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഐലൻഡിൽ നല്ല മഴ പെയ്യുന്ന സമയമാണ്. ഹെൽത്ത് സെന്ററിലേക്ക് ഒരു എമർജൻസി കോൾ വരും. ഫിഷിംഗ് ബോട്ടിൽ ഒരു വലിയ അപകടം നടന്നിട്ട് ഒരാൾക്ക് ബോധമില്ലാതെ കിടക്കുകയാണ്. അപകടം നടന്നിട്ട് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ടാവും. അവരവിടെ എത്തുമ്പോഴത്തേക്കും ആ രോഗി മരിച്ചിട്ടുണ്ടാവും. അയാളുടെ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നത് ഡോജിയാണ്. അവനത് എപ്പോഴും ട്രോമയാണ്. ആദ്യത്തെ രോഗിയുടെ മരണം അവൻ അനൗൺസ് ചെയ്യുന്നത് അവന് ഓർമ്മ വരും. അവൻ്റെ ഫ്രണ്ട് സോനുവിന്റെ മരണം ഓർമ്മ വരും. അവനാകെ ഡിസ്റ്റർബ്ഡ് ആവും. നോക്കുമ്പോൾ അയാൾക്ക് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാളുടെ ദേഹം മുഴുവൻ വല്ലാതെ മുറിഞ്ഞിരിക്കുകയാണ്. ആ ആളുടെ റിലേറ്റീവ്സിന് അയാളുടെ ബോഡി കാണുമ്പോൾ ഒരു ഷോക്ക് ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അന്നേരം തന്നെ ആഴത്തിലുള്ള അയാളുടെ മുറിവുകളെല്ലാം സ്റ്റിച്ച് ചെയ്യും. മരിച്ചുപോയ ഒരാളുടെ ബന്ധുക്കളോട് പോലും ഇത്രയും കൺസേൺ ഉള്ള ഒരാള് എന്തുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹാരി വീണ്ടും ഡോജി എടുത്ത് ദേഷ്യപ്പെടും. അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ചിയോൺ ആണ്. അന്ന് രാത്രി ആകുമ്പോൾ ഹാരിക്ക് നല്ലതുപോലെ പനി കൂടും. അമ്മമ്മ നോക്കുമ്പോൾ അവൾക്ക് തീരെ വയ്യെന്ന് മനസ്സിലാവും. അവൾ ആ സിറ്റുവേഷനിലും അമ്മമ്മയെ കൺവിൻസ് ചെയ്യിക്കാനായിട്ടാണ് നോക്കുന്നത്. അമ്മമ്മ അന്നേരം തന്നെ ഹെൽത്ത് സെന്ററിലേക്ക് വിളിക്കും. ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ചിയോൺ ആണ്. പോകുന്നതിന് മുമ്പ് അവനൊന്ന് ആലോചിച്ചിട്ട് ഡോജിയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. ഡോജിയെ കാണുമ്പോഴത്തേക്കിനും അവൾ മിണ്ടുന്നൊന്നുമില്ല. പക്ഷെ അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കും. എങ്ങനെയെങ്കിലും എൻ്റെ അമ്മമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. അമ്മമ്മ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല, എനിക്കിവിടെ ആരുമില്ലാതെ ജീവിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും വയ്യാന്നൊക്കെ ഹാരി അവനോട് പറഞ്ഞ് കരയുന്നത് പുറത്തു നിന്ന് അമ്മമ്മ കേൾക്കും. കരയാൻ മാത്രമേ അമ്മമ്മയ്ക്ക് പറ്റുന്നുള്ളൂ. പിറ്റേ ദിവസം ചിയോനെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്നലെ എന്നെ പറഞ്ഞു വിട്ടതെന്ന് ഡോജി ചോദിക്കും. ഇന്നലെ ഹാരിക്ക് ഇയാളുടെ പ്രസൻസ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി എന്നാണ് ചിയോൺ അവൻ്റെ അടുത്ത് പറയുന്നത്.
പിറ്റേ ദിവസം ഹാരി പോകാനായിട്ട് തുടങ്ങുന്നുണ്ടേ നോക്കുമ്പോൾ അമ്മൂമ്മ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഒരു കേക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവളുടെ ബർത്ത്ഡേ ആണ്, ഫുഡ് കഴിക്കാതെ പോകരുതെന്ന് അമ്മൂമ്മ അവളെ ഓർമ്മിപ്പിക്കും. അവളെ കഴിക്കാനായിട്ട് വന്നിരുന്നിട്ട് നോക്കുമ്പോൾ അമ്മൂമ്മയുടെ മുറിയിൽ ഒരു ഫോട്ടോ കാണാം. അമ്മൂമ്മ ഫ്യൂണറലിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ റെഡിയാക്കി വെച്ചേക്കുകയാണെന്ന് കാണുമ്പോഴത്തേക്കിനും അവൾക്ക് ദേഷ്യം കൂടും. അതെല്ലാം നിലത്തെറിഞ്ഞ് പൊട്ടിക്കും. അപ്പൊ എല്ലാം റെഡിയായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണോ? ഒരിക്കൽ പോലും അമ്മൂമ്മ എന്നെ പറ്റി ചിന്തിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. ഈ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ തീരുമാനം നടത്താനായിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് ഈ വേദന സഹിച്ച് മുന്നോട്ട് പോകണമെന്നില്ല. നിന്റെ കൂടെ ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കും പേടിയാണ്, മരിക്കാൻ പേടിയാണ്. നിന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് പേടിയാണെങ്കിലും എനിക്ക് ഈ വേദന സഹിച്ച് മുന്നോട്ട് പോകാൻ വയ്യ, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ ദേഷ്യത്തിൽ ഹാരി പുറത്തേക്ക് പോകും. അന്നേരമാണ് കൺവീനിയൻസ് സ്റ്റോറിലെ അമ്മൂമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ നടന്നതൊക്കെ അമ്മൂമ്മ കേൾക്കും. എന്നാലും നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് നിന്റെ സപ്പോർട്ടാണ്. നീയും കൂടി എന്നെ കുറ്റപ്പെടുത്തി പറയരുത്. എനിക്ക് ശരിക്കും പേടിയായതുകൊണ്ടാണ് ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് ഗ്രാൻഡ് മദർ കരയും. ഹിൽ ടോപ്പിലുള്ള ഒരാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഡോജിയും ഹാരിയും കൂടെ പോയിട്ടുണ്ടായിരുന്നല്ലോ. വീണ്ടും അവരെ കാണണമെന്ന് അയാൾ വിളിച്ച ഹെൽത്ത് സെന്ററിലേക്ക് പറയും. അവർ പോകാനായിട്ട് റെഡിയാവും. ഫെറിയിൽ കയറാനായിട്ട് ഡോജി പേടിച്ച് നിൽക്കുകയാണ്. ഹാരി മിണ്ടാത്തത് കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല. അങ്ങനെ അവൻ ഫെറിയിൽ കയറാതെ പതിവ് പോലെ നടന്നു ഓടിയാണ് ചെല്ലുന്നത്. അവനെ വെയിറ്റ് ചെയ്ത നേരം ഹാരി ഇവിടെ നിൽപ്പുണ്ടാവും. അയാള് രണ്ടുപേരോട് നന്ദി പറയാനാണ് വിളിക്കുന്നത്. അയാളുടെ വൈഫ് മരിച്ചതിന് ശേഷം ഇത്രയും ദിവസം മോളുടെ കൂടെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അവളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഞാൻ ഈ ഒരു ചികിത്സയ്ക്ക് വിസമ്മതിച്ചിരുന്നെങ്കിൽ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരുന്നിരിക്കും എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് എനിക്കിത് സാധ്യമായതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും അയാൾ ഗിഫ്റ്റൊക്കെ കൊടുത്താണ് യാത്രയാക്കുന്നത്. അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഡോജി ഹാരി അടുത്ത് അപ്പോളജൈസ് ചെയ്യും. അമ്മൂമ്മയ്ക്ക് പ്രോമിസ് കൊടുത്തു പോയതുകൊണ്ടാണ് ഹാരി അടുത്ത് അവന് പറയാൻ പറ്റാതിരുന്നത്. അമ്മൂമ്മയ്ക്ക് അവസാന നാളുകൾ വേദന സഹിച്ച് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അത്രയും നാളും കൂടി ആരോഗ്യത്തോടെ ഹാരിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ് അമ്മൂമ്മയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ആ ചികിത്സ എത്രമാത്രം വേദനയുള്ളതാണെന്ന് അമ്മൂമ്മയ്ക്ക് അറിയാം. ആ വേദന സഹിക്കാൻ വയ്യാന്ന് ഒരു പേഷ്യന്റ് പറയുമ്പോൾ ആ പേഷ്യന്റിന്റെ ഡിസിഷൻ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് ഒരു ഡോക്ടറുടെ കടമയാണ്. ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് അമ്മൂമ്മ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതെന്ന് പറയാനുള്ള അവകാശം അമ്മൂമ്മയ്ക്കുണ്ട്. അത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഹാരി കാണിക്കണമെന്ന് അവൻ പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് നല്ലതുപോലെ പേടിയുണ്ട്. എത്രമാത്രം ഒറ്റപ്പെടല് അമ്മൂമ്മ അനുഭവിക്കുന്നുണ്ടാവും. അമ്മൂമ്മയുടെ സങ്കടമൊന്നും ആരോടും പറയാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഹാരി ഇങ്ങനെ ദേഷ്യം കാണിക്കരുത്, അമ്മൂമ്മയുടെ അടുത്ത് പോയി സംസാരിക്കണമെന്ന് അവൻ പറയുന്ന കേൾക്കുമ്പോൾ അവൾ സങ്കടത്തോടെ കരയും. അമ്മൂമ്മ കുറെ കാലം കൂടി അവളുടെ കൂടെ വേണം എന്നുള്ള ഒറ്റ വാശിയിലാണ് അവൾ അതൊക്കെ ചെയ്തത്. അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മൂമ്മയുടെ അടുത്ത് സംസാരിക്കാമെന്ന് അവൾ തീരുമാനിക്കും. തിരിച്ചു ചെല്ലുമ്പോൾ അമ്മൂമ്മ അവിടെ TV കണ്ടോണ്ട് കിടക്കുകയാണ്. അവൾക്ക് വേണ്ടിയിട്ട് കേക്കും ഫുഡും എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവൾ ചെന്നിട്ട് അമ്മൂമ്മയുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞാൻ റെഡിയാണ്. അമ്മൂമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. അത് കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഇനി ഒന്നിനും നിർബന്ധിക്കത്തില്ല എന്ന് അവൾ അമ്മമ്മയുടെ അടുത്ത് പറയുമ്പോൾ റെസ്പോൺസ് ഒന്നുമില്ല. അവൾ വിളിച്ചു നോക്കുമ്പോൾ അമ്മൂമ്മയ്ക്ക് അനക്കമില്ല. അപ്പൊ തന്നെ അവള് ഹെൽത്ത് സെന്ററിലേക്ക് വിളിക്കും. ഡോജിയും ജിയോണും ഓടി വരും. അവര് പരിശോധിക്കുമ്പോൾ അമ്മൂമ്മ മരിച്ചതാണെന്ന് മനസ്സിലാവും. ഡോജിയാണ് അമ്മൂമ്മയുടെ ഡെത്ത് ടൈം ഒക്കെ അനൗൺസ് ചെയ്യുന്നത്. അലമുറയിട്ട് കരയുന്ന ഹാരിയെ എങ്ങനെ ആശ്വസിപ്പിക്കണം അറിയാതെ ഡോജിയും ജിയോണും നിസ്സഹായരായിട്ട് അവിടെ നിൽക്കും. ഗ്രാൻഡ് മദറിന്റെ ഫ്യൂണറലാണ്. വില്ലേജസ് എല്ലാം അവിടെ ഉണ്ട്. നോക്കുമ്പോൾ ഹാരിയെ കാണാനില്ല. കുറെ കഴിയുമ്പോൾ അവളൊരു ഡിഷുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഗ്രാൻഡ് മദറിന് അവള് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡിഷായിരുന്നു. എന്നെ എപ്പോഴും ചിരിച്ചു കാണാനായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവള് കണ്ണീരടക്കാൻ പാടുപെടും. വിഷമിച്ചിരിക്കുന്ന ഹാരിയുടെ അടുത്തേക്ക് ഡോജി ചെല്ലുന്നുണ്ടേ. ഇയാളെ കാണുമ്പോൾ എനിക്ക് കരയണമെന്ന് തോന്നും. പക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഇരുന്നേ പറ്റുള്ളൂ. കാരണം ഞാൻ സന്തോഷിക്കുന്നത് കാണാനായിരുന്നു എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് ഇനി മുതൽ എന്നെ കണ്ടില്ല എന്ന് ഇയാൾ പ്രിറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹാരി അവിടെ നിന്ന് പോകും. കൺസ്ട്രക്ഷൻ സൈറ്റിൽ വീണ്ടും അപകടം നടക്കും. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഹെലികോപ്റ്ററിന് വരാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ മെഡിക്കൽ ബോട്ടിലാണ് അയാളെ മെയിൻലാൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. ബോൺജോൾ വീണ്ടും വന്നിട്ട് ജോലിക്കാരോടാണ് ദേഷ്യപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അപകടം പറ്റിയതെന്ന് പറയുന്നുണ്ടേ. ഡെഡ് ലൈൻ വളരെ അടുത്താണ്, ഇങ്ങനെ റഷ് ചെയ്യിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ എന്ന് അവർ തിരിച്ചു ചോദിക്കും. അയാൾ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഹാരിക്ക് ദേഷ്യം വരും. ഹാരി അയാളുടെ അടുത്ത് തർക്കിക്കുമ്പോഴത്തേക്കും അയാൾ ഹാരി അടിക്കാനായിട്ട് പോകും. ജിയോണാണ് ചെന്ന് പിടിച്ചു മാറ്റുന്നത്. അവന് പരിക്ക് പറ്റും. ഹാരി ജിയോണെ ട്രീറ്റ് ചെയ്യുന്നത് കുറച്ച് അസൂയയോടെയും സങ്കടത്തോടെയും മാറി നിന്ന് ഡോജി നോക്കും. വലുതായിട്ട് മഴ പെയ്യുകയാണ്. തിരിച്ച് വീട്ടിൽ വന്ന് ജനലെല്ലാം അടച്ചു കഴിയുന്നതന്നെയാണ് അവിടെ ചോർച്ചയുണ്ടെന്ന് ഹാരി കാണുന്നത്. പിറ്റേ ദിവസം അവളുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഹാരി ഹെൽത്ത് സെന്ററിലേക്ക് വരും. വീട്ടിൽ ചോർച്ചയുണ്ട്, പണി കഴിയുന്നത് വരെ ഇങ്ങോട്ടേക്ക് താമസം മാറാമെന്ന് വിചാരിച്ചു എന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും ഹെഡ് നേഴ്സ് അവരുടെ വീട്ടിലേക്ക് അവളെ വിളിക്കും. പക്ഷെ അവിടെ ഹസ്ബൻഡും കുട്ടികളും ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു ശല്യം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അവള് സമ്മതിക്കത്തില്ല. അപ്പോൾ ജംഗ്സൂണിന്റെ അടുത്ത് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഹെഡ് നേഴ്സ് ചോദിക്കും. എനിക്ക്
വീട്ടിലൊരു ഗസ്റ്റ് വരുവാണ്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് അവള് പറയും. നമുക്ക് ഇവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, ഹാരി ഇവിടെ തന്നെ നിന്നോട്ടെ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് അന്നേരം ചിയോൺ പറയും. ജങ്സോൺ ഉദ്ദേശിച്ചത് അവനെയാണെന്ന് ഡോക്ടർ യങ് വിചാരിക്കും. പക്ഷെ ഞാൻ അത്ര ചീപ്പല്ല, ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾ പറയും. നിങ്ങൾ ചെറുതായിരിക്കും മുതലേ ഫ്രണ്ട്സ് ആണോ? ആരാണ് ആ ഫ്രണ്ട്? ഫ്രണ്ടിന്റെ പേരെന്താണ്? എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ എന്നൊക്കെ യങ് ചോദിക്കുമ്പോൾ പിന്നീട് പരിചയപ്പെടുത്തി തരാം എന്നാണ് ജങ്സൂൺ പറയുന്നത്. അവന്റെ റൂമിലേക്ക് മാറിക്കൊള്ളാനായിട്ട് ചിയോൺ ഹാരിയുടെ അടുത്ത് പറയും. എന്നാൽ ഡോജി ഓൾറെഡി അവന്റെ റൂം എല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ സൗന്ദര്യപ്പടക്കമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അത് ഹാരിയെ ഡോക്ടർ യങ് അറിയിക്കും. ആ റൂം നല്ല നീറ്റ് ആണ്, അതുകൊണ്ട് അവിടെ കിടന്നോളൂ, എന്തായാലും ഡോജിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ്, അതുകൊണ്ട് റൂമിന്റെ ആവശ്യമില്ലെന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും ചിയോണും അത് സമ്മതിക്കും. അങ്ങനെ ഹാരി ഡോജിയുടെ റൂമിലാണ് ഉറങ്ങാനായിട്ട് പോകുന്നത്. പിറ്റേ ദിവസം ഡോക്ടർ യങ് വിളിക്കുന്നതന്നെയാണ് ഡോജി ഉണരുന്നത്. അവന് പുറം വേദനയും കഴുത്തുവേദനയൊക്കെയാണ്. ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടാണോ? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വല്ലതും കാണുന്നുണ്ടോ? ചിയോൺ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി ഹാരിയെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. അന്നേരം ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ യങ് അവനെ വഴക്ക് പറയും. കഴിക്കാൻ വന്നിരിക്കുമ്പോൾ എന്തായാലും രാവിലെ ഹെൽപ്പ് ചെയ്തില്ല, ഫുഡ് കൊള്ളാമെന്നെങ്കിലും പറഞ്ഞൂടെയെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഡോജിക്ക് കഴുത്തുവേദന എടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റൂമിനകത്തിരുന്ന് സ്മോക്ക് ചെയ്തെന്ന് ജങ്സോൺ ആരടുത്തോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഡോക്ടർ യങ് അങ്ങോട്ടേക്ക് വരുന്നത്. ഫ്രണ്ട് വന്നോന്ന് ചോദിക്കുമ്പോൾ വന്നു എന്ന് അവള് പറയും. എന്നെ എപ്പോഴാണ് പരിചയപ്പെടുത്തി തരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് ആ വിഷയം മാറ്റാനായിട്ട് നോക്കും. അവള് മനഃപൂർവ്വം പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഡോക്ടർ യങ്ങിന് മനസ്സിലാവും. ഡോജിയെ പോലെ നല്ലൊരാളെ നീ കണ്ടുമുട്ടിയതിൽ മിജയ്ക്ക് സന്തോഷവും ആശ്വാസവും ഉണ്ടായിരുന്നു എന്ന് സ്റ്റോറിലെ ലേഡി ഹാരി അടുത്ത് പറയും. തിരിച്ച് ഹാരി പോകാനായിട്ട് തുടങ്ങുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല, അവിടെ ഇരുട്ടാണ്. പക്ഷെ അവളെ വെയിറ്റ് ചെയ്ത് ചിയോൺ അവിടെ നിൽപ്പുണ്ടാവും. അവൻ വെറുതെ അതുവഴി നടക്കാൻ വന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നതെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് ഹാരിക്ക് മനസ്സിലാവും. നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ സമ്മതിക്കും. ട്രെയിനിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അതിന് വേണ്ടിയിട്ടെല്ലാം അറേഞ്ച് ചെയ്തതിന് ഹാരി ചിയോണിന്റെ അടുത്ത് നന്ദി പറയും. ചിയോണിന് അവളെ ഇഷ്ടമാണെന്ന് ഹാരിക്ക് അറിയാം. അതിന് നന്ദി പറഞ്ഞിട്ട് ആ ഫീലിങ്സ് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവൾ പറയും. അവൾക്ക് ഡോജി ഇഷ്ടം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചിയോണിന് മനസ്സിലാവും. ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെന്റെ സംശയമാണോ എന്ന് അറിയത്തില്ല, പക്ഷേ അത് ആലോചിച്ചിട്ട് എനിക്ക് സമാധാനമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡോജി എടുത്ത് ഡോക്ടർ യങ് ചോദിക്കും. മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടാതെ നേരെ ചെന്ന് ആളുടെ അടുത്ത് ചോദിക്കാനാണ് ഡോജി അവനോട് പറയുന്നത്. ഒരു പേഷ്യന്റ് അന്ന് രാത്രി ഡോജിയെ കാണാനായിട്ട് വരും. അയാളുടെ ദേഹത്ത് മുഴുവൻ പാടുകളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓയിൻമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഡോജി അയാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അയാൾ പറയും. പക്ഷെ അയാൾ നടന്നു പോകുമ്പോഴത്തേക്കിനും വിറയ്ക്കുന്നുണ്ടെന്ന് ഡോജി കാണും. അവനത് സംശയമായിട്ട് പറയുമ്പോഴത്തേക്കിനും തൊട്ട് ബാക്കിൽ നിന്നിട്ട് ചിയോണും അത് ശരിവെക്കും. എങ്ങനെയൊക്കെ നോക്കിയാലും ഇയാളെക്കാട്ടിലും ബെറ്റർ ചോയ്സ് ഞാനാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ ഹാരി ചൂസ് ചെയ്തത് ഇയാളെയാണ്. അവളുടെ തീരുമാനം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അവളെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് ചിയോൺ ഡോജി എടുത്ത് പറയും. ഫ്രഷ് ചെയ്ത് പണിയെല്ലാം തീർത്ത ഹെലിപ്പാഡിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഗവർണർ അങ്ങോട്ടേക്ക് വരുവാണ്. ബോൺജൂള് ഹെൽത്ത് സെന്ററിലേക്ക് വന്നിട്ട് അവിടുന്ന് എല്ലാവരും ഗവർണർ വരുമ്പോൾ മീറ്റിങ്ങിന് വരണം എന്ന് പറയും. നിങ്ങളുടെ ഫണ്ടൊക്കെ അലോട്ട് ചെയ്യാനുള്ള സമയമായി, നിങ്ങൾ ആരെങ്കിലും വരാതിരിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. വില്ലേജസ് ഗവർണറെ വെൽക്കം ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തും. ഗവർണർ വരുന്നത് ഒരുപാട് താമസിച്ചിട്ടാണ്. അയാൾ ഒരുപാട് റിപ്പോർട്ടേഴ്സിനൊക്കെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗവർണർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയസ്സായ ഒരു ലേഡി വന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ കാണാനില്ല, ആൾക്ക് പാർക്കിൻസൺസ് ഉണ്ടെന്നൊക്കെ ഡോജി എടുത്ത് പറയും. തലേദിവസം അവനെ കാണാൻ വന്ന ആളാണെന്ന് ഡോജിക്ക് മനസ്സിലാവും. ആർക്കോ എന്തോ സംഭവിച്ചു എന്ന് അവിടെ അവർക്കെല്ലാം മനസ്സിലാവും. എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് വില്ലേജ് ചീഫ് ഗവർണറിനെ സംസാരിക്കാൻ സമ്മതിക്കാതെ ഒരാളെ കാണാനില്ല, എല്ലാവരും അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. അന്നേരം തന്നെ ഗവർണറുടെ പ്രസംഗമൊന്നും കേൾക്കാൻ നിൽക്കാതെ ഐലൻഡിലെ ആളുകളെല്ലാം അയാളെ അന്വേഷിച്ച് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ബോൺജൂള് അവരെല്ലാം പിടിച്ചു നിർത്താനായിട്ട് നോക്കും. ഒരാളെ കാണാനില്ല, വയസ്സായ ആളാണ്, അയാളുടെ ജീവൻ അപകടത്തിലാണ്, ഈ ഒരു സമയത്തെങ്കിലും ഇപ്പോഴെങ്കിലും കുറച്ച് മനുഷ്യത്വത്തോടുകൂടി മനുഷ്യരെ പോലെ പെരുമാറാനായിട്ട് ഹെഡ് നഴ്സ് അവനോട് ദേഷ്യപ്പെടും. ഹാരിയും ഡോജിയും കൂടിയാണ് അയാളെ കണ്ടുപിടിക്കുന്നത്. വെറുതെ ആളുകളെ എല്ലാം വിളിച്ചു കൂട്ടിയതിന് അയാള് വൈഫിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ അയാളുടെ നിസ്സഹായാവസ്ഥ കാരണമാണ് ദേഷ്യപ്പെടുന്നതെന്ന് അവർക്കറിയാം. അവരത് ഹാരി എടുത്ത് പറയുകയും ചെയ്യും. അയാൾ വിചാരിച്ച കൂട്ടൊന്നും കാര്യങ്ങൾ പോകാത്തില്ല. ഗവർണർ നല്ല ദേഷ്യത്തിലാണ്. മിസ്റ്ററുടെ അടുത്തും ബോങ്സൂണിന്റെ അടുത്തും അയാൾ നല്ലതുപോലെ ദേഷ്യപ്പെടും. ഡോക്ടർ യങ് ജങ്സൂണിന് വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങാനായിട്ട് സ്റ്റോറിലേക്ക് വരും. അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൻ്റെത് ഒരു ഐസ്ക്രീം കൂടിയേ ബാക്കിയുള്ളൂ. അവനത് എടുക്കാൻ തുടങ്ങുമ്പോൾ വേറൊരാൾ വന്നത് തട്ടിപ്പറിക്കും. എൻ്റെ ഗേൾഫ്രണ്ടിന് ഇഷ്ടമുള്ള ഫ്ലേവറാണ്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കും ഇതേ ഫ്ലേവറാണ് ഇഷ്ടമെന്ന് ആ കസ്റ്റമർ അവനോട് തിരിച്ചു പറയും. എങ്ങനെ പേടിയായതുകൊണ്ട് അവൻ തർക്കിക്കാനൊന്നും നിൽക്കത്തില്ല. എന്നിട്ട് അവൻ ജങ്സൂണിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വഴി തന്നെയാണ് ഈ പയ്യനും അവന്റെ കൂടെ ചെല്ലുന്നത്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഇവൻ നോക്കുന്നുണ്ട്. കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ പയ്യൻ ഇവന്റെ ഫ്രണ്ടിൽ കയറി നടന്നിട്ട്
ജംഗ്സൂണിന്റെ വീട്ടിലേക്ക് കയറി പോകും. ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ആൺകുട്ടിയാണ്, അതുകൊണ്ടാണ് അവൻ്റെ അടുത്ത് പറയാതിരുന്നതെന്ന് യങ് റിയലൈസ് ചെയ്യും. പിറ്റേ ദിവസം വാർത്ത വരുന്നത് വില്ലേജേഴ്സിന്റെ ആത്മാർത്ഥതയെ കുറിച്ചാണ്. ഗവർണറുടെ പ്രസംഗത്തെ പറ്റി ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. അതിന്റെ ദേഷ്യം മുഴുവൻ അയാള് മിസ്റ്റോയുടെ അടുത്താണ് തീർക്കുന്നത്. പക്ഷെ വില്ലേജിലെ എല്ലാ ആളുകൾക്കും അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. പാർക്കിന്റെ ഫോട്ടോ ഒക്കെ പ്രത്യേകമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഹാരിയുടെ വീടിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് പാർക്കാണ്. ആ വീട്ടിൽ ഒരുപാട് പണികൾ ചെയ്യാനായിട്ടുണ്ട്. ഒരുപാട് പൈസ ചെലവാകും. ഹാരി ഒരു വർഷം കഴിഞ്ഞ് മെയിൻലാൻഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ ചെയ്യുന്ന പണി മുഴുവൻ, ഈ പൈസ മുഴുവൻ വേസ്റ്റ് ആവും. അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയണമെന്ന് ഹാരി അടുത്ത് പറയും. അങ്ങനെ അന്ന് രാത്രി പണി നടക്കുന്ന വീട്ടിലേക്ക് ഏതുവരെ ആയി എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ വന്ന് നോക്കും. അവിടെ നിൽക്കണയോ വേണ്ടയോ എന്നൊന്നും അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പാർക്ക് പറഞ്ഞപ്പോഴാണ് അവൾക്ക് അതിനെക്കുറിച്ച് ബോധം വന്നത്. അവിടെ ചെല്ലുമ്പോൾ അകത്തെന്തോ ശബ്ദം കേൾക്കും. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഡോജി പൈപ്പൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വീട് വല്ലാതെ മിസ് ചെയ്യും, അമ്മൂമ്മയെ മിസ് ചെയ്യും. എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറാൻ ആഗ്രഹം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ രാത്രിയും അവൻ അവിടെ വന്ന് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും അവന് കഴുത്തുവേദനയും പുറംവേദനയൊക്കെ വരുന്നത്. ഇയാള് എന്തിനാണ് എന്നോട് ഇത്ര കൈൻഡായിട്ട് പെരുമാറുന്നത്, ഞാൻ ഇയാളെ എത്ര മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഹാരി അവനോട് ചോദിക്കുമ്പോൾ, ഞാൻ നല്ലൊരാളല്ല, ഇയാൾ പറഞ്ഞ കൂട്ട് എനിക്ക് അനുസരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇയാളെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോജി അവളോട് പറയും. ഡോജി എത്ര ആത്മാർത്ഥമായിട്ടാണ് അവളെ സ്നേഹിക്കുന്നതെന്ന് ഹാരി തിരിച്ചറിയും.